നമ്മൾ ഹോളിവുഡിലൊക്കെ ഒരുപാട് കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ജോണറാണ് ടൈം ലൂപ്പ്. പക്ഷെ മലയാളത്തിൽ ആ ഒരു ജോണറിൽ അധികം മൂവീസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത ജോണറുകൾ പരീക്ഷിക്കുന്ന ഒരു മൂവി ഇൻഡസ്ട്രിയാണ് മലയാളം. അപ്പോൾ ആ മലയാളത്തിലെ ആ ജോണറുകളുടെ മൂവീസിൻ്റെ എണ്ണം ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഒരു മൂവി ആ ജോണറിൽ റിലീസാവുകയുണ്ടായി. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം അഡാപ്റ്റേഷനാണ് ഈ മൂവി. അപ്പോൾ ഷോർട്ട് ഫിലിം ഡയറക്ടർ തന്നെയാണ് മൂവിയും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ടു ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ സംഭവം അധ്യായം 1. 2 മണിക്കൂറോളം ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ 90% ഏകദേശം കാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും ആ ഒരു മൊത്തം അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ആ കാടിൻ്റെ ആ ഒരു ഫീല് നമുക്ക് പടം കാണുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടൈം ലൂപ്പാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ലൂപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ പല കാലഘട്ടത്തിലുള്ള ലൂപ്സൊക്കെയാണ്. അതായത് 1994, 1960s. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലുള്ള മൾട്ടിപ്പിൾ ലൂപ്സാണ് ഈ പടത്തിൽ വന്നു പോകുന്നത്. ഇതിൽ മേജറായിട്ടുള്ള ആക്ടേഴ്സ് ഭാസ്കരയിലെ ആണെങ്കിലും വിനീത് കുമാർ ആണെങ്കിലും നമുക്ക് മുന്നേ കണ്ടുപരിചയമുണ്ട്. പക്ഷേ വേറെ ആക്ടേഴ്സിനൊന്നും വേറെ എവിടെയും കണ്ടുപരിചയം എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇവരുടെ അഭിനയത്തെ പറ്റി പറയാനാണെങ്കിൽ മോശമില്ല, അത്യാവശ്യം മോശമില്ലാതെ തന്നെ ഇവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേജർ പോസിറ്റീവ് ഈ പടത്തിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ മേക്കിംഗ് ആൻഡ് മ്യൂസിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എന്ന് വെച്ചാൽ ആ ഒരു ത്രില്ലി, അപ്പോൾ ആ 2 മണിക്കൂർ ത്രില്ലായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും ആ ഒരു ഹൊറർ ഫീൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആകെത്തുകയിൽ എനിക്ക് മേക്കിങ്ങിൻ്റെ കേസാണെങ്കിലും സ്റ്റോറി ബേസ് ആണെങ്കിലും അത്യാവശ്യം ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി പക്ഷേ ഇതിന് പറയാനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ എൻഡിങ് ആണ് ഈ പടത്തിന് വരുന്നത്. അതായത് ചാപ്റ്റർ 2 അല്ലെങ്കിൽ അദ്ദേഹം 2ലേക്ക് പോകാനുള്ളൊരു ഓപ്പൺ എൻഡിങ് കൊടുത്തിട്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം 2 ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ബാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കഥ തന്നെ ഇനി അദ്ദേഹം 2ലേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഈ ഒരു പടം എൻഗേജിങ് ആണ്. അപ്പോൾ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു നല്ല മൂവി എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗോ ഫോർ ഇറ്റ്. ആദ്യം ടൈം ട്രാവൽ ആൻഡ് ടൈം ലൂപ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇറ്റ്സ് വർത്ത്.